എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വനിതാ ദിനമാണ്. അപ്പൊ എല്ലാവർക്കും വനിതാ ദിനാശംസകൾ. 3 വനിതകളെ പരിചയപ്പെടുത്താം. ചുറുചുറുക്കുള്ള നല്ല 3 ചുണക്കുട്ടികളാണ് കാണിച്ചു തരാം. നമ്മൾ ഓൺലൈനായിട്ട് മാനവാന്ന പേരിൽ ഒരു സാരി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇനാഗ്രേഷൻ ആണ് ഈ വരുന്ന 9th. തമിഴിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. മാനവാലൂംസ് എന്നാണ് ഷോപ്പിന്റെ പേര്. ഇന്നത്തെ പരിപാടി ബിരിയാണി. നമ്മൾ ഇന്ന് കുറച്ച് അമ്മമാർക്കും കുട്ടികളായിട്ട് ഒരു 200 പേർക്കുള്ള ഭക്ഷണം നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ ചെയ്തിരിക്കുക. സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് 3 കുട്ടികളെ പരിചയപ്പെടുത്തിയില്ലേ, അവരാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അരിയൊക്കെ ഒന്ന് കഴുകി വെക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഈ ഉള്ളി വറുത്തെടുക്കാം. വെച്ചിട്ടുള്ളൂ. ഉള്ളി നല്ല മൊരിഞ്ഞു വന്നിട്ട് നമുക്കത് കോരി വെക്കാം. നമുക്കിതില് മുന്തിരി ഇട്ട് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്ത് കോരി എടുക്കാം. ഉള്ളി കൊട്ടി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചാണ് ഇതിലിടാം. ബിരിയാണി റൈസ് റെഡിയാക്കാൻ പോകണം. മുട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടി കൊട്ടി കൊടുക്കാം. നമുക്ക് 4.5 പാത്രം അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 6.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ഇതിലിടാം. വെള്ളം തിളച്ചു. ഇനി ഇതിൽ നമുക്ക് അരി വാരിയിടാം. മൂടി വെക്കാം. മലബാർ ബിരിയാണിക്കുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാലപ്പൊടിയാണ് അത് ഇട്ട് കൊടുക്കുക. ജീരകപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് പട്ട, ഗ്രാമ്പു എല്ലാം കൂടി പൊടിച്ച് പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് തൈര് ഒഴിച്ചാലോ. മസാലയൊക്കെ വെന്ത് കറക്റ്റായിട്ട് അപ്പം കോഴി അരച്ചിട്ട് കൊടുക്കാം. വറ്റിയതാണ്. കോഴി അരച്ച് വേകാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം. നമ്മുടെ റൈസ് വറ്റിച്ചതാണ്. ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല പഞ്ഞി മാതിരി ആയിട്ടുണ്ട്. കുറച്ച് മല്ലി മുതലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ ഇവിടെ എല്ലാം റെഡി സെറ്റാണ്. ദമ്മിട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ദമ്മൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കുറച്ച് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉള്ളിയും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ദമ്മിട്ട് കൊടുക്കാം. ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇവിടെ വന്ന് കുറച്ച് ആൾക്കാർ കൊടുത്തു. അവനെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം വന്നത്. പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് ഹാപ്പിയായി. ഇനി ഞങ്ങൾ ഇതുപോലെ കൊണ്ടുവന്ന് കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ കുട്ടികളുണ്ട്, അവർക്കാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്.